ഓരോ ബോൾ ചെയ്യുമ്പോൾ മനസ്സിൽ എന്താണ് വരാറ്? ഞാൻ റണ്ണപ്പിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഒരു ബോൾ ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാൻ ബാറ്റ്സ്മാൻ്റെ മൂവ്മെൻറ്റ് നോക്കും, ബാറ്ററിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ മാറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 5 വിക്കറ്റ് എടുത്തപ്പോൾ UP വാറിയേഴ്സിൻ്റെ ആ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്മൃതി ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അടുത്ത മാച്ചിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഡ്രസ്സിങ് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, സ്മൃതി, ഐ എം വെരി പ്രാക്ടിക്കൽ പേഴ്സൺ, ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഇന്ത്യ ആൻഡ് ഓൾ, ഐ എം വെരി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ സ്മൃതി എൻ്റെ അടുത്ത് പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് ബീങ് പ്രാക്ടിക്കൽ, അത് പ്രാക്ടിക്കൽ അല്ല, ദാറ്റ് ഈസ് ബീങ് സ്റ്റുപ്പിഡ്, യു ക്യാൻ ഡു വെൽ ഫോർ എനി ടീം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ക്യാപ്റ്റൻ അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അത് എന്നെ വളരെ WPയിൽ അടുത്ത വരുന്ന മാച്ചസിലെല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ വരികയും ചെയ്തു. വളരെ സന്തോഷം. സജനയുടെ ഒരു കരിയർ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, ഈ ക്രിക്കറ്റിലേക്കുള്ള കടന്നു വരുമോ? ഞാൻ +1 +2 പഠിച്ചപ്പോഴാണ് ക്രിക്കറ്റ്, അതായത് വയനാട്ടിൽ എവിടെയായിരുന്നു സ്ഥലം? മാനന്തവാടി. +1, അതായത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്, 17-18 ആ ഒരു റേഞ്ചിലാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എൽസമ്മ ടീച്ചറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം എൽസമ്മ ടീച്ചറിൻ്റെ മകൾ അനുചേച്ചി, ഷാനവാസ് സാർ, ദീപ്തി ചേച്ചി, അങ്ങനെ കുറച്ച് പേര് നമ്മളെ എന്താ പറയുക, സ്റ്റാൻസ് ഇങ്ങനെയാണ് ബാറ്റ് പിടിക്കേണ്ടത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, അതായത് പിന്നെ ഞാൻ കേരള ടീമിലേക്ക് സെലക്ട് ആവുന്നു. ആശ ചേച്ചീൻ്റെ ക്യാപ്റ്റൻസിയിൽ കേരള ടീമിന് വേണ്ടി കളിക്കുന്നു. ആശ ചേച്ചീൻ്റെ അണ്ടറിലാണ് ആദ്യമായിട്ട് കേരള ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോ സീസൺ കഴിയുമ്പോൾ ഒരുപാട് കോച്ചസ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരുപാട് കോച്ചസുകൾ, അപ്പം അങ്ങനെ എല്ലാവരുടെ എടുത്ത് അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ കേരള ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമാവുന്നതും ഒരു മാച്ചിൽ 4 റൺ അടിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ കേരള ടീമിനെ ജയിപ്പിച്ചിട്ട് കേരള ടീമിൻ്റെ സാന്നിധ്യമായിട്ട് അങ്ങനെ കേരള ടീമിലേക്ക് വരുന്നു. അപ്പോഴും ക്രിക്കറ്റ് ഒരു പ്രൊഫഷണലാക്കി എടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ടില്ലായിരുന്നു. കാരണം ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് പോകുന്നു. അങ്ങനെ ആ 2018-19 ആ ഒരു സമയത്ത് അണ്ടർ-23 നമ്മൾ കപ്പ് അടിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് കിട്ടുന്നു, അതായത് ഇന്ത്യ ഗ്രീനൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും ഭാവിയുണ്ട്, ക്രിക്കറ്റിലേക്ക് വരാൻ പറ്റും നെക്സ്റ്റ്. കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മളെ കേരള, ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കേരള നമ്മൾ സൗത്ത് മൊത്തം തഴയലാണ് ഒരുപാട്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജസ്റ്റ് കേരളത്തിന് കളിച്ച് പോകാം, അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോൾ ശരിയാണ്, പ്രതീക്ഷയുണ്ട്, അടുത്ത ലെവലിലേക്ക് നമുക്കും വരാൻ പറ്റുന്നുള്ളൊരു. അപ്പോഴേക്കും അങ്ങനെ ഒരു പ്രൊഫഷണലാക്കി എടുത്തപ്പോഴത്തേക്കും കേരള ക്രിക്കറ്റിൻ്റെ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് എന്താ പറയുക ക്ലാസ്സുകൾ, ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെ വരാം, നമ്മളെ ന്യൂട്രീഷൻ ക്ലാസ്, റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ KCAൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ക്ലാസ്സുകളും എന്താ പറയുക ഒരുപാട് ക്യാമ്പ്സുകളും, അവർ വുമൻസ് ക്രിക്കറ്റിന് വേണ്ടി പിങ്ക് ടൂർണമെൻറ്റ് പോലുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുക, ഒരുപാട് എഫേർട്ടുകളും വന്നപ്പോൾ തീർച്ചയായും ക്രിക്കറ്റിലൊരു ഭാവി ഉണ്ടെന്നുള്ള ഒരു ഇതെനിക്ക് വന്നത്. ശരിക്കും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ക്രിക്കറ്റ് കളി കണ്ടു വളർന്നത് സച്ചിൻ തെണ്ടുൽക്കർ സാറിനെ കണ്ടിട്ട് തന്നെയാണ്. ചേച്ചി മുൻപ് പറഞ്ഞ പോലെ മഡലി, MRF, സച്ചിൻ തെണ്ടുൽക്കർ, ST10 എഴുതിയിട്ട് തന്നെയാണ് കളി തുടങ്ങിയത്. രണ്ടുപേരും സച്ചിൻ ഫാനാണ്. അതെ തീർച്ചയായും. അപ്പം അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ 4 പേര് അവരുടെ നടുക്ക് എന്നെ ഇരുത്തിയിട്ട് ടെസ്റ്റ് കണ്ട് തുടങ്ങിയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ ഗിഫ്റ്റായിട്ട് തന്ന പ്ലാസ്റ്റിക് ബോളും ബാറ്റൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വുമൺ ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ബട്ട് എന്നിരുന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ലെവല് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.